ഇപ്പൊ അടുത്ത കാലത്ത് ഞാൻ വീട് വെച്ചല്ലോ, അപ്പം ധാരാളം ആൾക്കാർ ഡെയിലി വേജ് ഏണേഴ്സ് ആണ് അവിടെ വർക്ക് ചെയ്തത്. പക്ഷെ പലരുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ സൈക്കോളജിക്കലി അവർ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ വളരെ സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ അവർ സക്സസ്ഫുൾ ഈ ജോബിനകത്ത് അവർ സക്സസ്ഫുൾ ആയിട്ട് വരുന്നത്. വളരെ സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവര് ഈ പറഞ്ഞ പോലെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനകത്ത് കൂടെ പോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ കുറച്ചുനാൾ സ്പെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഈ പറയുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അവർക്ക് ഏൺ ചെയ്യാൻ പറ്റുമായിരുന്നു. നോർമൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന സാധനം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ കൊടുക്കുകയാണെങ്കിൽ ആണുങ്ങൾ തന്നെയായിരിക്കും അത് സക്സസ്ഫുൾ ആയിട്ട് വരുന്നത്. അതെ, അതാണ് ഇവിടുത്തെ നമ്മുടെ ലെഫ്റ്റ് ഐഡിയോളജിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത കാര്യം അങ്ങനെയാണ്. കാരണം അവര് സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ടും ബുദ്ധിക്കുറവ് കൊണ്ടല്ല അവര് ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റാത്തത്. അവരുടെ ഉത്തരവാദിത്വവും പിന്നെ നമ്മുടെ മെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള സമൂഹമാണ്. അപ്പൊ ഫാമിലി റൺ ചെയ്യേണ്ടത് ഞാനാണ്, മറ്റേ ആള് സപ്പോർട്ട് ചെയ്യേണ്ട ഒരാളാണ് മാത്രം. എന്നിട്ട് മെയിലിനെ മൊത്തം പഴിയും മെയിലിന്റെ സൈഡാണ്. അതൊരു ഓപ്പോസിറ്റ് ഫെമിനിസം പറയുന്ന കാര്യം വലിയ ഇതാണ്. അത് കുറച്ച് മെയിലിനെയാണ് ആക്ച്വലി ബ്ലൈം ചെയ്യുന്നത്.